യെശയ്യാവ് 38:17. നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ഹിസ്കിയ രാജാവിന് മരിക്കത്തക്കതായ രോഗം പിടിപെട്ടു. യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ദൂതുമായി എത്തി, നീ മരിച്ചു പോകും, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന്. അത് കേട്ടപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. താൻ ദൈവസന്നിധിയിൽ ദൈവഹിതപ്രകാരം ജീവിച്ചുവെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടു, കണ്ണുനീർ കണ്ടു, മറുപടി അയച്ചു, ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടിക്കൊടുത്തു. അപ്പോൾ ഹിസ്കിയാവ് എഴുതിയതാണ് നാം ഈ വായിച്ച വരികൾ. ഇവിടെ തൻ്റെ മുൻകാല പാപങ്ങളെ സംബന്ധിച്ച് ഹിസ്കിയാവ് ബോധവാനായിരുന്നു. മരണത്തിൻ്റെ പടിവാതിൽ വരെ എത്തിച്ച തൻ്റെ രോഗം തൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണെന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കണം. അവയെല്ലാം ഇപ്പോൾ അവനിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെയും കർത്താവ് പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ടാണ് നാം ഇന്നും ജീവനോടെ ശേഷിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രാണനെ നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് തൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് രക്ഷിച്ചിരിക്കുന്ന സ്നേഹം, തൻ്റെ പുത്രൻ്റെ വിലയേറിയ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. ഹിസ്കിയാവിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കുവാൻ പ്രാഗൽഭ്യമുണ്ടാകുമോ? സർവശക്തൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ നമ്മെക്കുറിച്ചുള്ള തമ്പുരാൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉയരണമെങ്കിൽ നാം തൻ്റെ പുത്രൻ്റെ രക്തത്താലുള്ള കഴുകലിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഏതു നേരത്തും നമുക്ക് ഓടിച്ചെല്ലത്തക്ക രീതിയിൽ ദൈവസന്നിധി നമുക്കായി തുറന്നിരിക്കുകയാണ്. യെശയ്യാവ് 43:25 എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങളെ മായിച്ചു കളയുന്നു, നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ ഒരു നന്മയും മുഖാന്തരമല്ല ദൈവം നമ്മെ നാശകുഴിയിൽ നിന്ന് രക്ഷിക്കുന്നത്, കർത്താവ് മുഖാന്തരം മാത്രമാണ്. മനുഷ്യർ പലപ്പോഴും നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും ഒക്കെ ഓർക്കുമ്പോൾ, അതിനനുസരിച്ച് നമ്മോട് പെരുമാറുമ്പോൾ, നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമ്മെ വിധിക്കാത്ത ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. അനുസരണക്കേട് കാണിച്ച യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചപ്പോൾ അത് കേട്ട് വിടുവിച്ച് ഒരു ദൈവത്തെ നമുക്കറിയാം. യിരെമ്യാവ് 31:34 ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപമിനി ഓർക്കുകയും ഇല്ല എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ മോചിച്ച് സ്നേഹത്തോടെ രക്ഷിക്കുന്ന പിതാവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ എല്ലാ കുറവുകളുമായും നമുക്ക് കടന്നു ചെല്ലാം. ദൈവം നമ്മെ കുറവ് തീർത്ത് ശുദ്ധീകരിക്കും, നമ്മളെ സ്വതന്ത്രരാക്കും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ ആഴമേറിയ സ്നേഹത്തിനായി, കരുണയ്ക്കായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.